ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ ഫേസ്ബുക്കിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന നല്ല കിടിലനൊരു സവാള വെച്ചിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും ദിവസം ഇതുണ്ടായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെന്ന് തോന്നിപ്പോകുന്നു. അത്രയ്ക്ക് നല്ല കിടിലനൊരു വെറൈറ്റി സംഭവം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ്. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവാള നമ്മൾ അരിയുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് കഴുകാൻ വേണ്ടിയിട്ട് മറന്നു പോയത്. ചില സവാളയിൽ കറുത്ത പൊടി പോലെ ഉണ്ടാവാറുണ്ട്. അത് മാരകമായ അസുഖങ്ങളൊക്കെ നമുക്ക് വരുത്തുന്നതാണ്. അപ്പോൾ കഴുകിയതിന് ശേഷം മാത്രം നിങ്ങൾ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് വേർതിരിച്ചെടുക്കാം. നമ്മളുടെ റെസിപ്പിക്ക് ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുത്താലും മതിയാവും. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ മക്കളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്തുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുത്തിട്ട് നമുക്ക് ഫ്ലേവറിന് ആവശ്യമായ വിനാഗിരി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 2 തവി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വിനാഗിരിൻ്റെ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് പുളി അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വിനാഗിരിയുടെ അളവിലൊക്കെ കുറച്ച് വ്യത്യാസം വരുത്താവുന്നതാണ്. ഇത് ഇതുപോലെ തന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടൊരു മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നല്ലെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ റെസിപ്പി കുറേ ദിവസം നമുക്ക് കേടാവാതെ ഇരിക്കും കേട്ടോ. എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കായാണ്. കട്ടി കായ ആയതുകൊണ്ട് ഞാൻ കത്തി വെച്ചിട്ട് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് പൊടിയാണെങ്കിൽ ഈ സമയത്ത് ചേർക്കണ്ട. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടുകാണ് കേട്ടോ. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വറ്റൽമുളകിലും അത്യാവശ്യം നല്ല എരിവുണ്ടാവും. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഞാൻ എരിവിന് ആവശ്യമായ മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പച്ചമുളകും ഇപ്പോൾ ഉണക്കമുളകും ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് എരിവിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എരിവൊന്നും അത്രയ്ക്ക് ഉണ്ടാവില്ല കേട്ടോ. മക്കൾ കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ എരിവ് അത്രയ്ക്ക് ഇടാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ടേസ്റ്റിയും ഹെൽത്തിയും വെറൈറ്റിയുമായിട്ടുള്ള സവാള അച്ചാറാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയതും കഴിക്കുന്നതിനേക്കാളും നല്ലത് ഒരു 2 ദിവസമൊക്കെ എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചോറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും നമുക്കിത് കഴിക്കാവുന്നതാണ്. വിനാഗിരിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നൊന്നും ഇത് കേടായി പോകത്തൊന്നുമില്ല. ചോറിന് കറിയില്ലാത്ത അവസരങ്ങളിലൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ സാധാരണയായി എപ്പോഴുമുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് സമയത്തും നമുക്ക് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരിൻ്റെ ടേസ്റ്റ് ഇഷ്ടം അല്ല എന്നുള്ളവരാണെങ്കിൽ കുറച്ച് പുളി നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും അതേ ടേസ്റ്റ് തന്നെയായിരിക്കും കിട്ടുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം വായിൽ കപ്പലോടുന്ന കിടിലൻ വെറൈറ്റി ഐറ്റം തന്നെയാണെന്ന്. അപ്പോൾ ഇതുവരെ നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിയും ടിപ്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.